Good afternoon. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് എവിടെ വരെയായിരുന്നു ഫ്രണ്ട് ഓഫീസിൽ നമ്മള് ലാസ്റ്റ് സെക്ഷൻ പറഞ്ഞത് ഏതാണ്? അണ്ടർസ്റ്റാൻഡിങ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. അത്രയല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, യെസ്. ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ സ്ക്രീൻ ഒന്ന്. ഓക്കെ, ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എനിക്ക്? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെയിൻ ഗോൾ ആണ് കേട്ടോ. മെയിൻ ഗോൾ, പ്രധാന ലക്ഷ്യം എന്താണെന്ന്. ഓക്കെ, ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്താണ്? ഓക്കെ, യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് each patient live with a smile or satisfaction on face and the feeling of having been well taken care of by you and your employees or colleagues. എന്താണ് ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത്? ഒരു ഫ്രണ്ട് ഓഫീസിന്റെ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ ഒക്കെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഷ്യൻസിന്റെ മുഖത്ത് എങ്ങനെ വേണം ഒരു നല്ലൊരു ചിരിയോട് കൂടി, അല്ലെ, ഒരു സ്മൈൽ, ഒരു പുഞ്ചിരിയോടുകൂടി, അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് സംതൃപ്തി കാണണം, അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വന്നു, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുത്തു, അല്ലെങ്കിൽ നമ്മൾ അതിന് സംതൃപ്തരാണ് എന്നുള്ള ഒരു മൈൻഡ് ആ ഒരു പേഷ്യന്റിന്റെ ഓരോ ഈ പേഷ്യൻസിന്റെ മുഖത്ത് ഉണ്ടാക്കിയെടുക്കണം, അല്ലെ. അങ്ങനെ അതാണ് അവർക്കുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. എന്താ? പേഷ്യൻസിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആവണം, അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലെ എംപ്ലോയീസും അവിടുത്തെ കൊളീഗ്സും ഒക്കെ നന്നായി പരിപാലിച്ചു എന്ന തോന്നലോട് കൂടി പോകുക. ആ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണ്, ഇവര് നല്ലപോലെ കെയർ ചെയ്തു, നല്ലപോലെ കാര്യങ്ങൾ നോക്കി എന്നുള്ള ഒരു തോന്നലോടുകൂടി, ആ ഒരു സംതൃപ്തിയോട് കൂടി പേഷ്യൻസിനെയൊക്കെ അവിടെ വിടുക എന്നുള്ളതാണ് ആ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ മുഖത്ത്, ഒരു പേഷ്യന്റ് അവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോഴോ അല്ലെ പോകുമ്പോഴോ എങ്ങനെ അവരുടെ മുഖത്ത് എങ്ങനെയായിരിക്കണം? ഒരു സ്മൈലോട് കൂടി, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയോട് കൂടി ഹോസ്പിറ്റലിലെ അവര് നൽകിയ ആ സർവീസിന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ സംതൃപ്തരാണ്, അല്ലെ. അപ്പൊ അങ്ങനെ അവരെ വിടുക എന്നുള്ളതാണ്, എന്ന തോന്നലോട് കൂടി പേഷ്യൻസിനെ വിടുക എന്നുള്ളതാണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത്. Main goal is to have each patient leave with a smile or satisfaction. പുഞ്ചിരിയോട് കൂടി, അല്ലെങ്കിൽ സംതൃപ്തിയോട് കൂടി. അപ്പൊ അങ്ങനെ അങ്ങനെ പരിപാലിച്ചു, അല്ലെ, നമ്മളുടെ എംപ്ലോയീസ് അങ്ങനെ പരിപാലിച്ചു എന്ന തോന്നലോട് കൂടി പേഷ്യൻസിനെ വിടുക എന്നുള്ളതാണ് ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് ആ പേഷ്യൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ സർവീസിൽ അവർ സംതൃപ്തരായിരിക്കും, പൂർണ്ണ സംതൃപ്തരോടെ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുക. ക്ലിയർ ആയോ? മെയിൻ ഗോള്
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അല്ലെ, ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ, അവര് ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും അല്ലെ, എന്തെങ്കിലും രോഗങ്ങളായിട്ട് അവര് ടെൻസ്ഡ് ഒക്കെ ആയിട്ടായിരിക്കും, പല പല കാര്യങ്ങളായിട്ടായിരിക്കും അവര് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ, അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? ഒരു പേഷ്യന്റ് വരാണ്, അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലിസൺ ഫസ്റ്റ്. ആദ്യം എന്ത് ചെയ്യണം? അവരെ കേൾക്കണം. ആദ്യം ഓഫർ സൊല്യൂഷൻ. അതിനുശേഷം എന്താണ്, അവർക്ക് എന്താണ് പ്രശ്നം, ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് അതിന് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കുക. ക്ലിയർ ആയോ? ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ആദ്യം കേൾക്കുക, പിന്നീട് അവർക്ക് അതിനുള്ള അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ വാഗ്ദാനം ചെയ്യുക, ഓഫർ ചെയ്യുക. ഓഫർ സൊല്യൂഷൻ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ്? അപ്സെറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ്? ആദ്യം അവരെ കേൾക്കുക, അതിനുശേഷം അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ വാഗ്ദാനം ചെയ്യുക, ഓഫർ ചെയ്യുക. Then second point നോക്കിയേ, if you cannot solve the problem. ഇനി നമുക്ക് ആ പ്രോബ്ലം അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ അവിടെ ഇരിക്കുന്നവർക്ക് ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? ആസ്ക് യുവർ സുപ്പീരിയർ. നമ്മുടെ സുപ്പീരിയറിനോട് അല്ലെ, ആ സുപ്പീരിയറിനോട് എന്ത് ചെയ്യണം? ആ പ്രശ്നം പറയണം അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സുപ്പീരിയർക്ക് ആ ഒരു പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. ടു സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം ഓഫർ ഓൾട്ടർനേറ്റീവ്സ് അല്ലെ. അവര് അതിനുള്ള മാർഗങ്ങള് എന്ത് ചെയ്യും? ഓഫർ ചെയ്യും, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങള് നമുക്ക് അവിടെ വെച്ച് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെ, അപ്പൊ അതിനൊരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് പറയാം. ഇനി നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്, നമുക്ക് അതിനൊരു സൊല്യൂഷൻ പറയാൻ പറ്റാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് സുപ്പീരിയറിനോട് പറയണം. അപ്പൊ നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ളവര് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നു, അവർക്ക് വേണ്ട ഓഫർ ഓൾട്ടർനേറ്റീവ്സ്, അവർക്ക് വേണ്ട വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ആ രീതിയിൽ വേണം ഒരു അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ, ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാൽ 2 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഇനി നമ്മൾ പറയുന്നത് ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങളെ നമുക്ക് 3 ഡെസ്കുകളാക്കി തിരിക്കാം. ഏതൊക്കെയാണ്? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ചെക്ക്. അങ്ങനെ 3. അപ്പൊ ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങളെ നമുക്ക് 3 ഡെസ്കുകളാക്കി തിരിക്കാം. അതിൽ ഓരോന്നും എന്തൊക്കെയാണ് വരുന്നത്, ഓരോ ഡെസ്കിന്റെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാട്ടോ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോൾ എന്താ, അവരെന്താ ചെയ്യുന്നത്? ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് നോക്കി, ഇതും കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്ന കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചോദിക്കാം, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്? ഓക്കെ, എന്തൊക്കെയാണ് റോൾ നോക്കിയേ. ഫസ്റ്റ് എന്താ? ഗിവ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. എങ്ങനെ വേണം? അതിന്റെ അതർ നെയിമും കൂടി ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. ഒന്ന് എഴുതി വെച്ച് അവിടെ തന്നെ ഒരു സ്ലാഷ് ഇട്ട് എഴുതിയാൽ മതി. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് HELP ഹെൽപ്പ് ഡെസ്ക് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ആ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്കിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അവർക്കുടെ റോൾ എന്താണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയേ. ഗ്രീറ്റ് ദ പീപ്പിൾ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്.
അപ്പൊ കോൾ ചെയ്യുന്ന ആളെ ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും കോൾ ചെയ്യുന്ന ആളുകളെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം? ഗ്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അഭിവാദ്യം ചെയ്യും. എങ്ങനെ വേണം അവർ സ്വീകരിക്കാം? വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെ, ഒരു പോസിറ്റീവ് സമീപനത്തോട് കൂടി തന്നെ അവരെ അഭിവാദ്യം ചെയ്യുക, സ്വീകരിക്കുക. അപ്പൊ നിങ്ങളാണെങ്കിലും വിളിച്ചിട്ടുണ്ടാവുമല്ലോ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട്, ഇല്ലേ? അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ. പേഷ്യൻസ് വിളിക്കുമ്പോഴും എങ്ങനെയൊക്കെയാണ് കോള് ഹാൻഡിൽ ചെയ്യണ്ടേ എന്നുള്ള ട്രെയിനിങ് ഒക്കെ ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കോ നമ്മളോട് സംസാരിക്കുന്നത്? ചില ഫോൺ മാനേഴ്സ് ഉണ്ട് അല്ലെ, അതനുസരിച്ചല്ലേ നമ്മളോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചോട് കൂടിയാണ് അവരെ കോളറിനെ അഭിവാദ്യം ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റീവ് സമീപനത്തോട് കൂടി തന്നെ എന്ത് ചെയ്യുക? കോളേഴ്സിനെ അഭിവാദ്യം ചെയ്യുക. ഇനി സെക്കൻഡ് നോക്കിയ റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്യൂരിയസ് എന്ന് വെച്ചാൽ എന്താ? അവരുടെ സംശയങ്ങളോട് ഉടനടി തന്നെ പ്രതികരിക്കണം. കണ്ടോ? റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ഇൻസ്റ്റന്റ് ആയിട്ട്. അവർക്ക് എന്തെങ്കിലും ക്യൂരിയസ്, അവർക്ക് എന്തെങ്കിലും ജിജ്ഞാസകള്, അവരുടെ സംശയങ്ങള് അല്ലെ, എന്തെങ്കിലും നമ്മളോട് സംശയങ്ങൾ ചോദിക്കുകയാണ്, എന്തെങ്കിലും അന്വേഷണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ പറയാം നാളെ അവിടെ, അല്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ഇൻസ്റ്റന്റ്ലി, തൽക്ഷണം റെസ്പോണ്ട് ചെയ്യണം. ഉടനടി അതിനോട് പ്രതികരിക്കണം. അവരുടെ സംശയങ്ങളോട് ഉടനടി പ്രതികരിക്കണം, റെസ്പോണ്ട് ചെയ്യണം. അടുത്ത നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് എന്താ? നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, ഇല്ലേ? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പേഴ്സ് അവർ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയാ അങ്ങനെ പറയുന്നേ? നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നമ്പർ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ വിളിക്കുന്ന, നമ്മൾ കണക്ട് ചെയ്യുന്ന, ഇപ്പൊ നമുക്കൊരു ENT-യിലേക്കായിരിക്കും വിളിക്കട്ടെ, അല്ലെങ്കിൽ ഗൈനക്കോളജിയിലേക്കായിരിക്കും നമുക്ക് കണക്ട് ചെയ്യേ. അപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കുമ്പോ അവരങ്ങോട്ട് കണക്ട് ചെയ്ത് തരികയല്ലേ നമ്മളെ ചെയ്യണേ, അല്ലേ? അവർ കണക്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നേ? ആ സെക്ഷനിലേക്ക് അവർ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ അവർക്ക് അങ്ങനെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമ്പേഴ്സ് അറിയണ്ടേ അല്ലെ? ഹോസ്പിറ്റലില് ഉള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ നമ്പറുകൾ അവര് അറിഞ്ഞിരിക്കണം. അതായത് വേറൊന്നുമല്ല, പേഷ്യൻസിനെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. Next, fourth point, have a list of doctors and employees along with their numbers. കണ്ടോ? ഇനി എന്താ? ഡോക്ടേഴ്സിന്റെയും അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ സ്റ്റാഫുകളുടെയും ഒക്കെ ലിസ്റ്റ് വേണം. എന്തുകൂടി വേണം? അവരുടെ പേര് മാത്രം മതിയോ? അവരുടെ ഡീറ്റെയിലിന്റെ ഒപ്പം എന്തുകൂടി വേണം നോക്കിയേ? along with their numbers, അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ, അവരുടെ നമ്പർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിന്റെയും മറ്റുള്ള സ്റ്റാഫുകളുടെ, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെയും ലിസ്റ്റ് ഫ്രണ്ട് ഓഫീസിലെ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് അവരുടെ കയ്യിൽ വേണം. അടുത്ത നോക്കിയേ, ഷുഡ് നെവർ ഹോട്ടി. അടുത്ത എന്താ? ഹോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം. നമ്മൾ എങ്ങനെയാകാം? അഹങ്കാരം പാടില്ലാതെ. വൺ റിസീവിങ് എ കോൾ, നമ്മൾ കോള് സ്വീകരിക്കുമ്പോൾ, ഒരു പേഷ്യന്റ് നമ്മൾ വിളിക്കുകയാണ്, ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി വിളിക്കുകയാണ്, നമ്മൾ എന്താണ് ആ ഒരു മൈൻഡിൽ നമ്മൾ സംസാരിക്കരുതെന്ന്. നമ്മൾ താണു നിന്നുകൊണ്ട് അല്ലേ സർ അല്ലെങ്കിൽ മേഡം എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് അവരെ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂലേ, അവരെ ഒരു റെപ്രസെന്റേറ്റീവ് നമ്മൾ പറയൂലേ, അല്ലെ? ഒരു പൊളൈറ്റ്, നമ്മൾ എപ്പോഴും ആ ഒരു മര്യാദ നമ്മൾ പാലിക്കണം അല്ലേ? എന്താണ് ദയവായി പറയോ, എന്താണ് ചെയ്യേണ്ട, അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ നമുക്ക്, അല്ലാതെ പറയാ എന്താ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ ആ ഒരു രീതിയിലും സംസാരിക്കാൻ പാടില്ല. പക്ഷെ നമ്മളൊരു അഹങ്കാരത്തോടു കൂടി സംസാരിക്കാൻ പാടില്ല. അതാണ്, നമ്മളൊരു കോള് റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? നമ്മള് ആ ഒരു അഹങ്കാരത്തോടു കൂടി സംസാരിക്കരുത്. ഓക്കെ, അടുത്തത് 40 എന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അഹങ്കാരത്തോടു കൂടി സംസാരിക്കരുത്.
Then optimize, last point, optimize patient satisfaction, provider time and treatment room utilization by scheduling appointments in person or by telephone. അതായത് ഇവിടെ പറഞ്ഞേക്കണം നോക്കിയേ, പേഷ്യൻസിന്റെ ആ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ ക്രമീകരിക്കുക കേട്ടോ, പ്രയോഗത്തിൽ കൊണ്ടുവരിക, ക്രമീകരിക്കുക എന്നുള്ള മീനിങ് ആണ് ഒപ്റ്റിമൈസ്. എന്തിനു വേണ്ടി? ഒപ്റ്റിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി അച്ചീവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താ കൃത്യമായിട്ടുള്ള സമയങ്ങളും അവർക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂമുകള് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ, അല്ലെങ്കിൽ അവർക്ക് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെയാ അത് നമുക്കൊരു പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ ഒക്കെ അവരുമായിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ നല്ല അവർക്ക് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെ, പേഷ്യൻസിനെ സംതൃപ്തിപ്പെടുത്തണം, അല്ലെ, സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ആ പേഷ്യൻസിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിന് അവർക്ക് ടൈം കൊടുക്കണം. ഇപ്പൊ നിങ്ങളാണെങ്കിൽ വിളിക്കുമ്പോ നമുക്ക് ടൈം പറയൂലേ, നമുക്ക് നമ്പർ എന്തായാലും അതിന്റെ ഒപ്പം ഇത്ര മണിയാകുമ്പോഴത്തേക്ക് എത്തണം എന്ന് പറഞ്ഞ ഒരു ടൈമും തരൂലേ, അല്ലെ, ആ ടൈം കൊടുക്കണം. അല്ലെങ്കിൽ ആ ടൈം ഒന്ന് പറയുന്നത് നമ്മൾ രാവിലെ മുതൽ 8 മണിയാകുമ്പോൾ തുടങ്ങിയ ഹോസ്പിറ്റലിൽ പോയിരിക്കും, ചിലപ്പോ നമുക്ക് 12 മണിക്കായിരിക്കും കാണാൻ പറ്റുന്നത്, ഇല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് ബോറടിക്കൂല അവിടെ ഇരുന്ന്, നമുക്ക് ദേഷ്യം വരും, അങ്ങനെയൊക്കെ വരും. അപ്പൊ അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈം, ട്രീറ്റ്മെന്റ് റൂം, കറക്റ്റ് ആയിട്ടുള്ള അത് റൂം, അവർക്കുടെ ഓരോ കാര്യങ്ങളും യൂട്ടിലൈസേഷൻ ബൈ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്നതിലൂടെ ഉണ്ടാവും, അങ്ങനെ കൊടുക്കണം. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് വേണ്ടി ഹെൽത്ത് കെയർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് അവരുടെ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ അത് റോളുകളിൽ വരുന്നതാണ്. 6 പോയിന്റ്സ് ആട്ടോ. ക്ലിയർ ആണോ നോക്കിയേ? ഇതിനകത്ത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ടാവും, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്ന് മനസ്സിലാക്കാൻ വെക്കാം. ക്ലിയർ ആയോ പോയിന്റ്സുകളൊക്കെ? ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒപ്റ്റിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്തിനു വേണ്ടിയാണ്? പേഷ്യൻസിനെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ, അവർക്കുടെ സംതൃപ്തി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ആ ടൈം, അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈം, ആ ട്രീറ്റ്മെന്റ് റൂമുകൾ, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള്, അവർക്കുടെ യൂട്ടിലൈസേഷൻ, അവർ ആ ഹോസ്പിറ്റലിന്റെ ആ ഉപയോഗം, അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റിൽ ഷെഡ്യൂൾ ചെയ്യണം, കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതാണ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ ടൈം നമുക്ക് പറഞ്ഞു തരാറില്ലേ? നിങ്ങൾ വിളിക്കുമ്പോ ഇത്ര സമയത്ത് എത്തണം എന്ന് പറയാറില്ലേ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ? ഇല്ലേ? നിങ്ങൾ വിളിക്കാറില്ലേ ഹോസ്പിറ്റലിലേക്ക്? അപ്പൊ അങ്ങനെ ആ കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേക്കണേ? അപ്പോയിന്റ്മെന്റ്സിൽ അവര് ഷെഡ്യൂൾ ചെയ്യണം. കണ്ടോ? അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യണം, പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ. ഇപ്പൊ നേരിട്ട് അപ്പോയിന്റ്മെന്റിന് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഫോണിലൂടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിലും എന്ത് വേണം? എന്താ അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കണ്ടേ? എന്താണ് ഇമ്പോർട്ടന്റ് കൊടുക്കണ്ടേ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ, പേഷ്യൻസിന്റെ സംതൃപ്തി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഷെഡ്യൂളില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയില്ലേ പോയിന്റ്സ്? സംശയം ചോദിച്ചാൽ ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് എന്താ? റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്യൂരിയസ് എന്ന് പറഞ്ഞ എന്താ? സംശയങ്ങൾ. അപ്പൊ അവരുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യണം. മനസ്സിലായില്ലേ പോയിന്റ്? ഉടനടി റെസ്പോണ്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും എനിക്കൊരു സംശയം, ഇന്നത്തെ സെക്ഷൻ എവിടെയാണോ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ തന്നെ അവിടെ റെസ്പോണ്ട് ചെയ്യും. എവിടെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരണം. അല്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, പിന്നെ പറയാം ഞാൻ തിരക്കിലാണ്, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അവിടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്യൂരിയസ്. ഉണ്ടോ? ഉടനടി റെസ്പോണ്ട് ചെയ്യണം.
ഓക്കെ, QUERIES, സംശയം എന്നുള്ള ഒരു മീനിങ് ആട്ടോ അവിടെ, സംശയമാണ് ക്യൂരിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഇനി ഹെൽത്ത്, അപ്പൊ അതിനകത്ത് 6 പോയിന്റ്സുകൾ നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണത് അല്ലയോ എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കിയേ, റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഹെൽത്ത് ചെക്ക് ഡെസ്ക് അവർക്കുടെ റോൾ എന്താണ് ചെയ്യുന്നത് നോക്കി. ഹെൽത്ത് ചെക്ക് ഡെസ്ക് provide assistance and facilitate customer. Provide assistance. Assistance എന്ന് പറഞ്ഞാൽ എന്താ? സഹായം, അല്ലെ? സഹായം നൽകണം. ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ എങ്ങനെയാ അവർക്കുടെ കാര്യങ്ങളൊക്കെ സുഗമമാക്കി കൊടുക്കുക, അല്ലെ? അവർക്കുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആക്കി അല്ലെങ്കിൽ സുഗമമാക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് ആർക്കുടെ റോളാണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോളാണ്. കിട്ടിയോ? Provide assistance and facilitate customers. അവർക്ക് സഹായവും ആ കസ്റ്റമേഴ്സിന്റെ എന്താ അവർക്കുടെ കാര്യങ്ങള് സുഗമമാക്കി കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുക. ക്ലിയർ ആയില്ലേ? കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങള് സുഗമമാക്കി കൊടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, സഹായം കൊടുക്കുക. രണ്ടാമത് നോക്കിയേ, ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വോക്ക് ഇൻ എൻക്വയറീസ്. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വോക്ക് ഇൻ എൻക്വയറീസ്, അതായത് വോക്ക് ഇൻ എൻക്വയറീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഷെഡ്യൂള് നമ്മൾ ചെയ്യാതെ അല്ലെങ്കിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ്സ് എടുക്കാതെ വല്ല പേഷ്യൻസ് ഇല്ലേ? നമ്മൾ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ചിലപ്പോ വന്നപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവില്ലേ? നിങ്ങളാണെങ്കിലും ഹോസ്പിറ്റലിൽ കാണാതിരിക്കുമ്പോ ചിലപ്പോ നിങ്ങൾ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരുന്നതായിരിക്കും. പെട്ടെന്ന് നമ്മൾ വരുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ? അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്നത്, മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസ്, അവരെ ഹാൻഡിൽ ചെയ്യുക. അതാണ് വോക്ക് ഇൻ എൻക്വയറീസ് എന്ന് പറയുന്നത്. അതായത് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസ്, അവരെ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. അത് ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും ചിലപ്പോ ഒരു 4 നമ്പർ കഴിഞ്ഞിട്ട് ചിലപ്പോ 5ാമത്തെ നമ്പർ അവരെ കയറ്റും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പരിചയം ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? അനുഭവം ഉണ്ടോ? അങ്ങനെ ചിലപ്പോ അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് 4 ചീട്ട് വിളിച്ചിട്ട് ചിലപ്പോ അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നവരെ കയറ്റുമായിരിക്കും 5ാമതായിട്ട്, അല്ലെ? അങ്ങനെയില്ലേ? അതാണ് അങ്ങനെയുള്ള ഇതൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അല്ലാതെ അപ്പോയിന്റ്മെന്റ്സ് ഇപ്പൊ ഒരു 50 പേര് അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ 50 പേരെ കഴിഞ്ഞിട്ട് അവർക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പൊ അതുകൊണ്ട് കുറച്ച് അപ്പോയിന്റ്മെന്റ് ഉള്ളവരെ വിളിച്ചതിന് ശേഷം ഇനിയിപ്പോ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നോക്കും. അങ്ങനെ അപ്പൊ അതിനുള്ള സൗകര്യം ഒരുക്കുക. അടുത്ത് നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ആൻഡ് തേർഡ് പോയിന്റ് ആട്ടോ, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പ് എമർജൻസി ടോക്കൺ എടുത്തു. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് വരുന്ന ആളുകളില്ലേ, അവരുടെ അപ്പോയിന്റ്മെന്റ് അവർക്ക് കാര്യങ്ങള് എന്ത് ചെയ്യാ, ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പിന് വരുന്നവരില്ലേ, അവർക്കുടെ അപ്പോയിന്റ്മെന്റ്സുകള് അവർക്ക് അത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അല്ല, അപ്പോയിന്റ്മെന്റ്സ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയേ, കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക ഏത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട്. അതായത് വന്നിരിക്കുന്ന ആളുകള്, അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നിരിക്കുന്ന ആളുകള് അവരെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏകോപിപ്പിക്കുക. ഇപ്പൊ എല്ലാവരും ഓരോ അവിടെ റിസപ്ഷനിൽ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കാണാനാവില്ലല്ലോ, അല്ലെ? പല ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അവര് ഓരോരുത്തരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, അല്ലെ? അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, അല്ലെ? അതിനോടേക്ക് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. വന്നിരിക്കുന്ന ആളുകളെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവരെ ബന്ധപ്പെട്ടിട്ടുള്ള
ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോയിന്റ്മെന്റ് എടുത്തേക്കണേ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ അവരെ ഏകോപിപ്പിക്കുക. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അയക്കുക. ഡിസ്പാച്ച് എന്ന് വെച്ചാൽ അയക്കുക, കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അയക്കുക. ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങള് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ കീഴിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? നോക്കിയ പോയിന്റ്സുകള്. കസ്റ്റമേഴ്സിന് നല്ലൊരു കാര്യങ്ങള് അല്ലെങ്കിൽ അവർക്കുടെ കാര്യങ്ങള് സ്മൂത്ത് ആക്കുന്നതിന് അല്ലെങ്കിൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അസിസ്റ്റൻസ്, സഹായം കൊടുക്കുക. പിന്നെ ഈ വോക്കിംഗ് പേഷ്യൻസ്, വോക്കിംഗ് ഇൻക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ്, മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസ്, അവരെ കൈകാര്യം ചെയ്യുക. പിന്നെ അടുത്തത് ഹെൽത്ത് ചെക്കപ്പിന് വരുന്ന പേഷ്യൻസ് അല്ലെ, അവരെ ഷെഡ്യൂൾ ചെയ്യുക. ഓരോ അപ്പോയിന്റ്മെന്റ് എടുത്ത ആളുകളെയും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. അടുത്ത് നോക്കിയേ, ഡെസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അയക്കുക. ക്ലിയർ ആയോ പോയിന്റ്സുകള്? ഓക്കെ. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ഫോർത്ത് പോയിന്റ് ആവും. ഫോർത്ത് പോയിന്റ് എന്താ? കോർഡിനേറ്റിംഗ് വിത്ത് ദ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണെന്ന് വെച്ചാല്, അതായത് അതിനോട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ ഏകോപിപ്പിക്കുക. ഓക്കെ. കോർഡിനേറ്റിംഗ് വിത്ത് ദ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്, അവരോട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏകോപിപ്പിക്കുക. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് മൂന്നാമത്തെ ആണ് കേട്ടോ. എന്തൊക്കെയാണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ റോൾ എന്തൊക്കെയാണ്? ഓക്കെ. ഫസ്റ്റ് പോയിന്റ്, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. കണ്ടോ? കൃത്യമായി സ്റ്റോർ ചെയ്യുക. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആയോ? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്യുക. രണ്ടാമത്തെ നോക്കിയേ, പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. എന്താ? പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. അതായത് ക്ലയന്റിന് റിപ്പോർട്ടുകൾ നൽകുക. എങ്ങനെ? ഓൺ ദ ടൈം, കറക്റ്റ് സമയത്ത് നൽകുക. പ്രൊവൈഡ്സ് റിപ്പോർട്ട് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. എന്താണ്? ക്ലയന്റിന് റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആറ്റ് ഹാൻഡ് ഓവർ. മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ഏതെങ്കിലും റിപ്പോർട്ടുകളുടെ റെക്കോർഡുകളില്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അത് എങ്ങനെയുള്ളതാണ്? റിസീവ് ചെയ്ത, സ്വീകരിച്ചിട്ടുള്ളതും ഹാൻഡ് ഓവർ ചെയ്തിട്ടുമുള്ള റിപ്പോർട്ടുകൾ, അതിന്റെ റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഫ്രണ്ട് ഓഫീസിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്ക്, അത് നിങ്ങൾക്ക് ഓർക്കാം, എല്ലാ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെ ആ പോയിന്റ്സുകളെല്ലാം നോക്കി. എല്ലാത്തിലും റിപ്പോർട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിലും എല്ലാ പോയിന്റ്സിലും റിപ്പോർട്ട് അവിടെ കൊടുത്തേക്കുണ്ട്. അതുകൊണ്ട് നമുക്കത് തെറ്റ് വരില്ല. ഓക്കെ. എന്താ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്? മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ദ റിപ്പോർട്ട്സ്. റിപ്പോർട്ടിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെയുള്ളത്? റിസീവ് ചെയ്തിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതും ഹാൻഡ് ഓവർ ചെയ്തിട്ടുമുള്ള റെക്കോർഡുകളുടെ റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. 3 പോയിന്റ്സ് ആണ് റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്കിൽ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇതിലേക്ക് പോകാമല്ലോ.
3 ഡെസ്കുകള്, അതിന്റെ ഓരോന്നിന്റെ റോൾസ്, അതിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സുകൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ അങ്ങനെ, അല്ലാതെ ഫുള്ള് ബൈപ്പാർട്ട് ചെയ്യണ്ട, അത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത് നോക്കിയ ടൈമിംഗ് ആണ് കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്, ഫ്രണ്ട് ഓഫീസിലെ ടൈമിംഗ്. ഓക്കെ, ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക്, ദാറ്റ് ഈസ് 24 hours സർവീസ്. കണ്ടോ, ഒരു ഫ്രണ്ട് ഓഫീസിൽ എത്ര സമയമാണ് പ്രവർത്തിക്കുന്നത്? എത്ര സമയമാണ് പ്രവർത്തിക്കുന്നത്? 24 hours, 24 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. 24 hours വർക്കിംഗ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്, ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക്, ദാറ്റ് ഈസ് 24 hours, 24 മണിക്കൂറും. അതാണ് റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റൗണ്ട് ദ ക്ലോക്ക് 24 hours ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഓഫീസ് 24 hours പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ദ സ്റ്റാഫ് വർക്ക് ഇൻ ദ 3 ഷിഫ്റ്റ്. 3 ഷിഫ്റ്റ് ആയിട്ടാണ് സ്റ്റാഫുകൾ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. എത്ര ഷിഫ്റ്റ് ആണ്? 3 ഷിഫ്റ്റ്. അതും ചോദിക്കാറുണ്ട്, രണ്ടും നോട്ട് ചെയ്തിടാം കേട്ടോ. ദ സ്റ്റാഫ് വർക്ക് ഇൻ 3 ഷിഫ്റ്റ്. സ്റ്റാഫുകൾ എത്രയാണ്? 3 ഷിഫ്റ്റ് ആയിട്ടാണ് ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓക്കെ, രണ്ടും അണ്ടർലൈൻ ചെയ്തോ? അത് ടൈമിങ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് ദ പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക്, ദാറ്റ് ഈസ് 24 hours സർവീസ്. 24 മണിക്കൂറും ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. 24 hours അണ്ടർലൈൻ ചെയ്തിടാം. നെക്സ്റ്റ് നോക്കിയേ, ദ സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്. എത്ര ഷിഫ്റ്റ് ആയിട്ടാണ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത്? സ്റ്റാഫ് വർക്ക് ഇൻ 3 ഷിഫ്റ്റ്. എത്രയാണ്? 3 ഷിഫ്റ്റുകളായിട്ടാണ് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. രണ്ടും അണ്ടർലൈൻ ചെയ്തോ? റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 24 hours 3 ഷിഫ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. അത് അതർ നെയിം ആയിട്ട് ചോദിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്സ്, അല്ലെങ്കിൽ അവര് പറയുന്ന മറ്റൊരു പേര് ഏതാണ്? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ഓർ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്സ്. A hospital front office executive is a person who work in the hospital front office and manage various tasks. Okay, a hospital front office executive is a person who work in the hospital front office and manage various tasks. കണ്ടോ, ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പേഴ്സൺ, അത് എന്താ? ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലെ. ആൻഡ് മാനേജ് എന്തൊക്കെ ചെയ്തു? പല ടാസ്കുകൾ. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ നടക്കുന്ന പല പല ടാസ്കുകളെ കൈകാര്യം ചെയ്യുന്നതും ആരാണ്? ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആണ്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ സെന്റൻസ്. Dash is a person who work in the hospital front office. അത് കാണുമ്പോ തന്നെ നമുക്ക് ആൻസർ അറിയാം അല്ലെ? ഇത്രയും കാണുമ്പോ തന്നെ. ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്, അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്നായിരിക്കും. രണ്ടും സെയിം ആണ് കേട്ടോ. രണ്ടും ഒറ്റ ആളുകൾ തന്നെയാണ് പറയുന്നത്, മറ്റൊരു പേരാണ്. അതിൽ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ ആൻസർ ചെയ്യുക. നെക്സ്റ്റ്, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തില്ലേ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ടൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കണം കേട്ടോ.
പിന്നെ രണ്ടാമത്തെ ക്ലാസ് ആണോ, അക്കം ക്ലാസ് ആയിട്ടാണോ ആരും ഒരു എനർജി ഇല്ലാതിരിക്കണേ? ചെലങ്ങാനും ചോദിച്ചു ഒരാളെങ്ങാനും ഒരു തമ്പിടുണ്ട്. എന്താ പറ്റിയ? ഫസ്റ്റ് ക്ലാസ് ആകുമ്പോ ആക്റ്റീവ് ആണ്, രണ്ടാമത്തെ ക്ലാസ് ആയപ്പോഴത്തേക്കും എല്ലാവർക്കും എനർജി ഒക്കെ പോയോ? അപ്പൊ ഞങ്ങൾ രാവിലെ മുതൽ ക്ലാസ് എടുക്കണമെന്നാ ഞങ്ങളുടെ എനർജി എപ്പോഴേ പോണം? ആക്റ്റീവായിട്ട് തന്നെയല്ലേ ഞാനിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞു, അപ്പൊ ലാസ്റ്റ് ക്ലാസ് ആണ്. 3:30 നമ്മുടെ കഴിയുമല്ലോ, 10:00 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തമ്പിടാൻ പറ്റൂലേ? എന്ത് പറ്റി? മഴയുണ്ടോ? മഴയുണ്ടോ? ഓക്കെ. ഇനി ഉറങ്ങുകയാണോന്ന് അറിയണ്ടേ? ഇനി ഫ്രണ്ട് ഓഫീസ് പഠിച്ച് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ? ഓക്കെ. അല്ല മിസ്സേ, അശ്വതി ഇട്ടേണ്ട കേട്ടോ. അശ്വതി വെച്ചോ, ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പേഴ്സൺ, അദ്ദേഹം എന്താ ചെയ്യുന്ന? ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാണ്. അതുപോലെ അവിടെ നടക്കുന്ന ടാസ്കുകൾ അല്ലെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ അവിടെ നടക്കുന്ന ടാസ്കുകളെ മാനേജ് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. മഴ പ്ലസ് ഉച്ച ടൈം ആണ്. അശ്വതി ഇട്ടേക്കോട്ടെ. മഴയും ഉണ്ട്, ഉച്ച ടൈം ആയതുകൊണ്ട് രണ്ടും കൊണ്ട് ഞങ്ങളുടെ ഒരു ഇച്ചിരി ഇതായിട്ട് ഇരിക്കാന്ന്. മഴയുണ്ട്, ഉച്ച സമയവും ആണെന്ന്. എന്ത് ചെയ്യാൻ? നമുക്കിടെ ടൈം ഇതല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന ടൈമില് നിങ്ങള് എന്താ ആക്റ്റീവായിട്ട് ഇരിക്കുക. അപ്പൊ നമ്മളിപ്പോ അത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് 10 പ്രാവശ്യം വായിക്കണതിന് പകരം 1 പ്രാവശ്യം വായിച്ചാൽ പോരെ? അല്ലെ? ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയല്ലേ? ക്ലാസ്സിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് 1 പ്രാവശ്യം വായിച്ചാൽ മതി. ഈ ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരണ്ടേ? അപ്പൊ ചിലപ്പോൾ 1 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല, അതൊരു 10 പ്രാവശ്യം വായിച്ചാലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇച്ചിരി കുറച്ച് നേരം കൂടിയല്ലോ. കുറച്ച് സമയം കൂടി, അരമണിക്കൂർ ഇല്ല, ജസ്റ്റ് ഇനി ഒരു 20 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ നോക്കി വെക്കാം. എന്നാലും കുഴപ്പമില്ല, നല്ല എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ ഇത്. വേഗം പറഞ്ഞു പോകാവുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കി. ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബേസിക് ക്ലറിക്കൽ ടാസ്ക്. കണ്ടോ? ഇനി അവർക്ക് എന്തിനുണ്ട്? ക്ലറിക്കൽ ടാസ്കുകൾ, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. എന്തൊക്കെയാ ക്ലറിക്കൽ ടാസ്ക് എന്ന് പറയുന്നത്? ആൻസറിങ് ഫോൺ കോൾസ്, അവിടെ വരുന്ന കോളുകൾ ആൻസർ ചെയ്യണ്ടേ, മറുപടി കൊടുക്കണ്ടേ? ആൻസറിങ് ഫോൺ കോൾസ്. രണ്ടാമത്തെ, ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിനെയും അഭിവാദ്യം ചെയ്യുക. ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ. പേഷ്യൻസ് മാത്രമല്ല വിസിറ്റേഴ്സും ഉണ്ടാവും അല്ലെ. നമ്മുടെ ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്നാൽ നിങ്ങൾ പോകൂലേ കാണാനായിട്ട് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെന്നായിട്ട് ആയിരിക്കും അന്വേഷിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അവര് എവിടെ കിടക്കണമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ റിസപ്ഷനിൽ ചെന്ന് ചോദിക്കും അല്ലെ, ഇന്ന ആൾ എവിടെ കിടക്കണെന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് നോക്കിയിട്ട് നമ്മളോട് പറയും ഇന്ന റൂമിലാണ്, ഇത്ര നമ്പർ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരില്ല അവര് സിസ്റ്റത്തിൽ നോക്കിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും, അപ്പൊ അങ്ങനെ വരുന്ന വിസിറ്റേഴ്സിനെ ഒക്കെ എന്ത് ചെയ്യണം? അവരെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്യണം, സ്വീകരിക്കണം. പിന്നെ ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, കണ്ടോ? അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ, പ്രൊഫഷണൽ ആയിട്ടുള്ളതും ഒരു സമയബന്ധിതമായിട്ടും അല്ലെ, ടൈംലി മാനർ, കറക്റ്റ് സമയത്തും ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക. ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ടാസ്കുകളിലും ചെയ്യണം. അതിനുള്ള റെസ്പോൺസിബിലിറ്റികളും കൂടി ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, ആ ക്ലിനിക്കൽ ടാസ്കുകൾ ഏതൊക്കെയാന്നുള്ളത്. രണ്ടെണ്ണം പറഞ്ഞേക്കുന്നത് ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഗ്രീറ്റ് ചെയ്യുക, അവരെ സ്വാഗതം ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക അല്ലെ. പ്രൊഫഷണൽ ആയിട്ട് ടൈംലി മാനർ ആയിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ എ ഫിസിഷ്യൻ ഓഫീസ്. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്, കൂടുതലും മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുന്ന എവിടെയാ? ഫിസിഷ്യൻ ഓഫീസ്, ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്. അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് ഫിസിഷ്യന്റെ ഓഫീസില്, ഡെന്റിസ്റ്റിന്റെ ഓഫീസില്, ഹോസ്പിറ്റലുകളില്, അതർ മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇവിടെയൊക്കെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് വർക്ക് ചെയ്യാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തു. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ എ ഡാഷ്. ഇവിടേക്കാ? ഫിസിഷ്യൻ ഓഫീസ്. നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഓപ്ഷൻ എയില് ഫിസിഷ്യൻ ഓഫീസ് കൊടുക്കാം, ഓപ്ഷൻ ബിയില് ഡെന്റിസ്റ്റ് ഓഫീസ് കൊടുക്കാം, ഓപ്ഷൻ സിയില് ഹോസ്പിറ്റൽ കൊടുക്കാം, നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഓൾ ഓഫ് ദ എബോവ് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഓൾ ഓഫ് ദ എബോവ് ചൂസ് ചെയ്യേണ്ടല്ലോ. എന്തൊക്കെയാ എവിടെയൊക്കെ വർക്ക് ചെയ്യാം അവർക്ക്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഫിസിഷ്യന്റെ ഓഫീസില്, ഡെന്റിസ്റ്റ് ഓഫീസില്, ഹോസ്പിറ്റലുകളില്, മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റീസിലൊക്കെ വർക്ക് ചെയ്യാം.
നെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്ത എല്ലാവരും അത്. ഇനി നെക്സ്റ്റ് നോക്കിയേ. In smaller office, medical receptionists will be responsible for both the administrative and clerical duties. കണ്ടോ? ഇനി ചെറിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണ് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ക്ലറിക്കൽ ഡ്യൂട്ടീസിനും ചെയ്യണം. അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ രണ്ട് കാര്യങ്ങളും ചെയ്യണം. ഏതാ? ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ക്ലിനിക്കൽ കണ്ടോ? ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. both the administrative and the clinical duties ചെയ്യണം. എന്നാൽ ഈ large offices, വലിയ ഓഫീസിലാണെങ്കിലോ they will be only responsible for administrative or clerical duties. കണ്ടോ? അല്ലെങ്കിൽ ഇനി വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം, അതുപോലെ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം. എന്നാല് നമ്മളോട് പറഞ്ഞേക്കാണ് വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒത്തിരി ജോലി, വലിയ ഹോസ്പിറ്റൽ അല്ലേ, അപ്പൊ വലിയ കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യണ്ടാവും. അവർക്ക് ഒന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്, ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ അത് ഏതാണെന്ന് അതിനുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഓക്കെ. Then അടുത്ത നോക്കി, clinical duties. The position is referred to as a medical office assistant. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇനി അവർക്കുടെ പൊസിഷൻ, അതായത് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന പൊസിഷൻ അതിനെ ഏതൊക്കെയാ? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നൊക്കെ വിളിക്കാം. കണ്ടോ? എന്നാണ് വിളിക്കുന്നത്. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ പൊസിഷൻ ഏതാ? ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല്, റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഈ റിസപ്ഷനിസ്റ്റിനെ നമ്മൾ ആ ഒരു പൊസിഷനെ വിളിക്കുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന പൊസിഷനെ വിളിക്കുന്നതാ. അണ്ടർലൈൻ ചെയ്തോ? അത് ലാസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ നിങ്ങൾ ഇത് കുറെ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഈ പോയിന്റ്സുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനകത്ത് ഫുൾ ഇരുന്ന് ബൈഹാർട്ട് ചെയ്യണ്ട. നമ്മൾ എന്തൊക്കെയാണ് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ്, ജോബ്, റെസ്പോൺസിബിലിറ്റീസ്. ഇത് ഇതുപോലെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് മെയിൻ ജോബ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ രണ്ട് ഓപ്ഷനേ നമുക്കുള്ളൂ ഇവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യന് കേട്ടോ. പിന്നെ നമുക്ക് ഏതെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചോദിക്കാനുള്ള അത് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് തരാം. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കുക. ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ജോബ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ഇത് നമുക്ക് എന്തായാലും വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. റിസപ്ഷനിസ്റ്റിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന എല്ലാ കാര്യങ്ങളും വായിക്കുമ്പോൾ ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് പോയിന്റ്സുകളൊന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കിയേ. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ടാ കൊടുത്തേക്ക് നോക്കിയേ. വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ പേഷ്യൻസിനെ, വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക. വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് എങ്ങനെ? പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ, അല്ലെങ്കിൽ ഫോണിലൂടെയോ വ്യക്തിപരമായോ അവരെ എന്ത് ചെയ്യുക? പേഷ്യൻസിനെ, വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യുക. ഈ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണോ, ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക, വെൽക്കം ചെയ്യുക. പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി പ്രത്യേകിച്ച് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം അത് വേണ്ടല്ലോ. ഓക്കെ അല്ലേ? ഓരോ പോയിന്റ്സും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക കേട്ടോ. അപ്പൊ പിന്നെ നമുക്കത് ബൈഹാർട്ട് ചെയ്യണ്ട. എല്ലാവരെയും എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. റിസപ്ഷനിസ്റ്റ് ഈവൻ ഇഫ് യു കാണ്ട് വെർബലി ഗ്രീറ്റ് ദ പേഷ്യൻസ്. ഇനി അവര് വാക്കാല് അവരെ നമുക്ക് വെർബലി അവരെ ഗ്രീറ്റ് ചെയ്യാൻ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ
ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് വിത്ത് ദം. അവരുമായിട്ട് എന്ത് ചെയ്യണം? ഐ കോണ്ടാക്ട്. നമ്മൾ കണ്ണിലൂടെ ഒരു കോണ്ടാക്ട് വേണം. അതായത് എന്താ? then let them know you are aware of their presence and will get to them as soon as possible. എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇപ്പൊ നമ്മൾ നേരെ അവരോട് സംസാരിക്കാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിലും നമ്മൾ കണ്ണിലൂടെ, ഇപ്പൊ അവരവിടെ വന്നിട്ടുണ്ടാവാം, പേഷ്യൻസ് ആണെങ്കിൽ വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ കണ്ണിലോ കണ്ടു എന്നുള്ളൊരു മുഖഭാവം നമുക്ക് കാണിക്കാലോ, അല്ലെ? അവരുടെ പ്രസൻസ് നമ്മൾ കണ്ടു, അവരെ കണ്ടു, അപ്പൊ അതാണ് അടുത്ത പെട്ടെന്ന് തന്നെ നിങ്ങളെ പരിഗണിക്കാം എന്നുള്ള ഒരു മനോഭാവം, അല്ലെ? അങ്ങനെ ഒരു ഐ കോണ്ടാക്ട് വെക്കണം. നേരിട്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു പേഷ്യൻസുമായിട്ട് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറൊരാൾ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളോട് നേരിട്ട് പെട്ടെന്ന് ആ സംസാരത്തിന്റെ ഇടയിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം? അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് വേണം. അവരുടെ പ്രസൻസ് നമ്മൾ അറിഞ്ഞു, അല്ലെ? അവർ നിങ്ങളെ പെട്ടെന്ന് തന്നെ നിങ്ങളെ പരിഗണിക്കും എന്നുള്ള ഒരു കാര്യം അവർക്ക് പറയണം. ക്ലിയർ ആയോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ ആണോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ. ഇനി തേർഡ് പോയിന്റ് നോക്കിയേ. റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്, prospective patients and visitors in courteous manners. എങ്ങനെയാണ് നോക്കിയേ അടുത്ത പോയിന്റില്? റെസ്പോണ്ട് എൻക്വയറീസ് ബൈ പേഷ്യൻസ്, പേഷ്യൻസിന്റെ അന്വേഷണങ്ങള് അവർക്കിടെ. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വരാൻ പോകുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, ഇവരോടൊക്കെ പേഷ്യൻസിനോടും വരാൻ പോകുന്ന പേഷ്യൻസിനോടും വിസിറ്റേഴ്സിനോടും ഒക്കെ എങ്ങനെ സംസാരിക്കണം? courteous manner, വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കണം. അവരോട് മാന്യമായ രീതിയിൽ സംസാരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. ഇതെല്ലാം എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന പോയിന്റ്സ് തന്നെയല്ലേ. അടുത്ത നോക്കിയേ. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. രജിസ്റ്റർ ചെയ്യുക പുതിയ പേഷ്യൻസിനെ എന്തനുസരിച്ച്? പ്രോട്ടോകോൾ അനുസരിച്ച്. കണ്ടോ? പുതിയ പേഷ്യൻസിനെ പ്രോട്ടോകോൾ, ആ ഹോസ്പിറ്റലിലെ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഹോസ്പിറ്റലിൽ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾസ് അനുസരിച്ച് കണ്ട് തന്നെ ആ പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കിയേ, അഞ്ചാമത്തെ. Register new patients and update existing patients' demographic by collecting detailed patient information that include personal and financial information. എന്താ ഉൾപ്പെടെ? രജിസ്റ്റർ ന്യൂ പേഷ്യന്റ്, അത് നമ്മൾ പറഞ്ഞു അല്ലെ? പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ്, അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പുതുക്കുക. ഇനിയിപ്പോ ചീട്ട് പുതുക്കേണ്ടവരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർ. എക്സിസ്റ്റിംഗ്, അവിടെ നിലവിലുള്ള പേഷ്യൻസിന്, പുതിയ പേഷ്യൻസിന് രജിസ്റ്റർ ചെയ്യണം, നിലവിലുള്ള പേഷ്യൻസിനെ അപ്ഡേറ്റ് ചെയ്യുക, അതായത് അവരെ പുതുക്കുക. എങ്ങനെയാണ്? ബൈ കളക്ടിങ് ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ, ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. എന്തുൾപ്പെടെ? പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞ ജനസംഖ്യയാണ് കേട്ടോ. ഓക്കെ. അവരുടെ വ്യക്തി പേര്, അഡ്രസ്, അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ളത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അടുത്ത ആറാമത്തെ പോയിന്റ് നോക്കിയേ. അസിസ്റ്റന്റ് പേഷ്യന്റ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. അസിസ്റ്റ് ദ പേഷ്യന്റ്, അസിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? സഹായിക്കുക. അസിസ്റ്റ് പേഷ്യൻസിനെ സഹായിക്കുക. എങ്ങനെ? എന്തിനാ? ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ഫോംസും അവർക്ക് അത്യാവശ്യം, ഇപ്പൊ നമ്മൾ സർജറി കാര്യങ്ങള്, എന്തെങ്കിലും ചെക്കപ്പ്, ഇതിനൊക്കെ വേണ്ട ഫോംസുകൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട വരും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഫോംസുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻസ് ഏതുൾപ്പെടെ? ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ സഹായിക്കാം. ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴേ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കൂലേ, അല്ലെ? റിസപ്ഷനിൽ നിന്നോണ്ട് നമ്മൾ ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാറില്ലേ? റിസപ്ഷനിൽ ഇരിക്കുന്നവരെ
റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, നിങ്ങളോട് എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ആ ഫോം ഫില്ല് ചെയ്യാനായിട്ട് അല്ലെ, ആ ഫോം ഫില്ല് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. Then അടുത്ത പോയിന്റ് നോക്കി, ensure patient to complete all necessary forms and documentation including medical insurance. അടുത്ത എന്താ, ensure ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. എന്ത് ഉറപ്പുവരുത്തുക? patients to complete ചെയ്തു ആവശ്യമായിട്ടുള്ള അവരുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകള്, ഡോക്യുമെന്റേഷൻ ഏതുൾപ്പെടെ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോമുകള് കംപ്ലീറ്റ് ചെയ്തു. ആ പേഷ്യൻസ് കംപ്ലീറ്റ് ചെയ്തത് അത് ഉറപ്പുവരുത്തുക. നമ്മൾ ആ ഫോമുകള് തിരിച്ച് മേടിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കൂലേ, എല്ലാ ബോക്സും അല്ലെ എല്ലാരും ഫില്ല് ചെയ്തിട്ടുണ്ടോന്ന് അല്ലെ, അങ്ങനെ ഉറപ്പുവരുത്തുക. ക്ലിയർ ആയില്ല പോയിന്റ്? കംപ്ലീറ്റ് ചെയ്തു, പേഷ്യൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആദ്യത്തേത് കംപ്ലീറ്റ് ആക്കാൻ അവരെ സഹായിക്കുക, കണ്ടോ, ആ ഫോമുകളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ അവരെ സഹായിക്കുക. രണ്ടാമത്തെ അവിടെ താഴെയുള്ള പോയിന്റിൽ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, ensure patient's information is accurate including billing information. Ensure patient's information is accurate including billing information. Billing information ഉൾപ്പെടെയുള്ള ബില്ലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അത് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ഉറപ്പുവരുത്തുക, കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ensure patients, അതായത് പേഷ്യൻസ് കൊടുത്ത ഇൻഫർമേഷൻ ഇല്ലേ അത് ഉറപ്പുവരുത്തുക, അത് ആക്യുറേറ്റ് ആണ്, കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ensure patient information is accurate, കേട്ടോ, കൃത്യമാണ്, പേഷ്യൻസ് തന്ന വിവരങ്ങൾ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത പോയിന്റ്, inform patients of medical office procedures and policies. inform ചെയ്യുക, അറിയിക്കുക. എന്ത്? മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ്, ഹോസ്പിറ്റലിലെ പോളിസികള്, ഇതെല്ലാരും പേഷ്യൻസിനെ അല്ലെ അറിയിക്കുക. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ പോളിസീസ്? ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോളിസികള്, അല്ലെങ്കിൽ അതവിടുത്തെ മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയർ എന്താണ്, ഇതെല്ലാരും പേഷ്യൻസിനെ അറിയിക്കുക, ഇൻഫോം ചെയ്യുക. എളുപ്പമല്ലേ പോയിന്റ്സുകൾ വായിച്ച മനസ്സിലാവുന്നില്ലേ? കുഞ്ഞു പോയിന്റ്സ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയ 10ാമത്തെ, മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യൻസ് റെക്കോർഡ്. കണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക, മാനേജ് ചെയ്യാന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുക. എന്ത്? പേഷ്യൻസ് റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സ് കൈകാര്യം ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകള് പരിപാലിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കിയേ, മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾഡ്. അടുത്ത പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? മൂവ് പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. ഏതാ? ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റ്സിലൂടെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. അതായത് അവർ അപ്പോയിന്റ്മെന്റ് എടുത്തില്ലേ, അതിലൂടെ കൃത്യമായിട്ട് തന്നെ ഇപ്പൊ നമ്പർ അനുസരിച്ചൊക്കെ തന്നെയല്ലേ നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് പോകുന്നതൊക്കെ. അപ്പൊ ആ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ അവർ ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റ്സിൽ കൂടെ തന്നെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. അടുത്ത നോക്കിയേ, facilitate patient flow by notifying the provider the patient's arrival, being aware of delay and communicating with the patients and the clinical staff. Okay, facilitate എന്ന് വെച്ചാൽ സൗകര്യം ഒരുക്കുക, പേഷ്യൻസിന്റെ ഫ്ലോ അതിനുള്ള സൗകര്യം ഒരുക്കുക. എങ്ങനെയാണ്? by providing the provider the patient's arrival, being aware of delays. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ലാബിലേക്ക് എന്തെങ്കിലും ടെസ്റ്റിന് കാര്യങ്ങൾ കൊടുത്തു, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഫാർമസിയിൽ തന്നെ ബില്ല് അടച്ചിട്ട് വേണമല്ലോ നമുക്ക് ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ പോകാൻ. അപ്പത്തേക്കും ആ ബില്ല് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇന്ന പേഷ്യൻസ് വരുന്നുണ്ട്, കണ്ടോ? ആ പ്രൊവൈഡർ എന്ത് ചെയ്യണം? പേഷ്യൻസിന്റെ വരവ് അവിടെ അറിയിക്കണം.
ഇപ്പൊ തന്നെ ഇതിനു വേണ്ടി ഒരു പേഷ്യൻസ് വരും, അല്ലെങ്കിൽ പേഷ്യൻസ് ഇത്ര പേഷ്യൻസ് ഉണ്ട്, ഇന്നിപ്പോ ടെസ്റ്റ് ചെയ്യാൻ ഇത്ര പേഷ്യൻസ് ഉണ്ട്, അത് എന്ത് ചെയ്യുക അറിയിക്കുക. അപ്പൊ പേഷ്യൻസിന്റെ ഫ്ലോ സ്മൂത്ത് ആക്കാൻ പറ്റൂലേ പെട്ടെന്ന് അല്ലേ. പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കുകൾ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആട്ടോ. ക്ലിനിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് അങ്ങനെയുള്ളിടത്തേക്കൊക്കെ ആ പേഷ്യൻസിന്റെ അറൈവല് എത്തിച്ചേരുന്ന അത് അറിയിക്കുക. ബീങ് അവെയർ ഓഫ്, പിന്നെ എന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് അറിയിക്കുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്, പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. ഓക്കെ, പേഷ്യൻസും സ്റ്റാഫുമായിട്ട് അല്ലെ, പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് അങ്ങനെ നമുക്ക് ആ പേഷ്യൻസിന്റെ ഫ്ലോ സുഗമമാക്കാനും പറ്റും. എന്താ അത്രയും ഒന്ന് നോട്ട് ചെയ്തിട്ടാ മതി കേട്ടോ. ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ, ഫുള്ളായിട്ട് നോക്കണമെന്നില്ല. ആ പേഷ്യൻസിന്റെ ഫ്ലോ സുഗമമാക്കുക, അതിനുള്ള സൗകര്യം ഒരുക്കുക. ക്ലിയർ ആയോ? ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ, അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇത്രയും വലിച്ചു നീട്ടി നോക്കണമെന്നില്ല. നോക്കിയേ നെക്സ്റ്റ്, ആൻസറിങ് ഇൻകമിങ് കോൾസ്, ഇങ്ങോട്ട് വരുന്ന കോളുകളില്ലേ ഇൻകമിങ് കോളുകൾ. ആൻഡ് ഡീൽസ് വിത്ത് എൻക്വയറീസ്, എൻക്വയറികളോ ഇൻകമിങ് കോളുകളോ അതിനുള്ള ആൻസർ കൊടുക്കുക. ഇൻകമിങ് കോളുകൾ, അങ്ങോട്ടേക്ക് റിസപ്ഷനിലേക്ക് വരുന്ന കോളുകൾ അതിന് ആൻസർ ചെയ്യുക. അന്വേഷണങ്ങൾ കൈകാര്യം, എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. ആൻസർ ദ ഫോൺ ബൈ മെയിൻറ്റെയിനിങ് പൊളൈറ്റ് കൺസിസ്റ്റന്റ് ഫോൺ മാനർ യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്യൂട്ടീസ്. ഇനി എങ്ങനെ വേണം നമ്മൾ പറഞ്ഞല്ലേ, ആൻസർ ദ ഫോൺ ബൈ മെയിൻറ്റെയിനിങ് പൊളൈറ്റ് ആയിട്ട് അല്ലെ, ഒരു പൊളൈറ്റ് താഴ്ന്ന ഒരു മര്യാദയോട് കൂടി തന്നെ അല്ലെ, നമ്മൾ ആ പ്ലീസ് ഒക്കെ പറയൂലേ അല്ലെ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ അപ്പോയിന്റ്മെന്റിനൊക്കെ എടുക്കുമ്പോ അവർ നമ്മളോട് സംസാരിക്കുന്ന രീതി, മാഡം പ്ലീസ് ടെൽ അല്ലെങ്കിൽ ക്യാൻ ഐ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയില്ലേ, എന്തൊക്കെയാണ്, എന്താണ് ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാം സർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇത്, അങ്ങനെ ആ ഒരു പൊളൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കൺസിസ്റ്റന്റ് ഫോൺ മാനർ കീപ്പ് ചെയ്യുക. യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്യൂട്ടീസ്, ടെലിഫോൺ മര്യാദകൾ ഉപയോഗിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോൺ മര്യാദകൾ ഉപയോഗിക്കുക. ഓക്കെ, 13 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത് കേട്ടോ. 13 ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അത്രയും പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഒന്ന് ഇത്രയും പോയിന്റ്സ് ഒന്ന് വായിച്ചു വെക്കുക. അപ്പൊ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി വന്നതാണോ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണതാണോ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണതല്ലയോ എന്നൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ അത് നമുക്ക് വായിച്ചാൽ അത് നമുക്ക് അറിയാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ട, വായിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അത്രയും 13 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ബാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.